കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും കാറ്റും മഴയൊക്കെയാണ്, ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്. എല്ലാവരും സേഫൊക്കെ ആയിട്ടിരിക്കണം. നമ്മുടെ ഇവിടെയും ഭയങ്കര മഴയാണ്, ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. മഴയായ പിന്നെ എണ്ണക്കുപ്പിയുടെ കോലമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഒരുമാതിരി പരുവായിപ്പോയി. ഇരിക്കും. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇതായിരിക്കും. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കാവേ. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പം നമ്മുടെ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തീ കയറും. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചതച്ച് വെച്ചിരിക്കുന്നത് ഇത്രയും കൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു അരമുറി തേങ്ങയുണ്ട്. അരമുറി തേങ്ങയും ഇച്ചിരി എരിവിന് വേണ്ടി ഞാനൊരു 5 കാന്താരി എടുത്തിട്ടുണ്ട്. 5 കാന്താരി, ഒരു 4 കൊച്ചുള്ളിയും, ഒരു 1/4 ടീസ്പൂൺ ജീരകവും, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും, ഇത്രയും ചേർത്താണ് ഇതിന് ചതച്ച് വെച്ചിരിക്കുന്നത്. ഒത്തിരി ചതച്ച് പോകണ്ട, ഇത്രയും മതി. പിന്നെ ഈ കൂണൊക്കെ നമ്മൾ തോരൻ വെക്കുമ്പോഴേ ഈ സവോളയേക്കാളും കൂടുതൽ ഈ കൊച്ചുള്ളി ഇടുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് തോന്നുന്നത്. പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഈ നമ്മൾ മഴയൊക്കെ പെയ്യുന്ന ഇതുപോലത്തുള്ള മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പറമ്പിൽ നിന്നൊക്കെ കൂണ് കിട്ടുമ്പം കൂണ് കിട്ടുമ്പോൾ ചിലപ്പോൾ 1-2 കൂണ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ കൂണൊക്കെ കിട്ടുന്ന സമയത്ത് ആ കൂണ് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചെറിയ വാഴയിലയിലേക്ക് ഈ 3-4 കൊച്ചുള്ളിയും കാന്താരിയോ പച്ചമുളകോ ചതച്ചതും, കറിവേപ്പില ചിലപ്പോഴേ ഇടാറുള്ളൂ. കറിവേപ്പില വെച്ച് ഇത്തിരി മഞ്ഞൾ പൊടിയും പിന്നെ ഇത്തിരി ഉപ്പൂടെ വെച്ച് വാഴയില ഇതങ്ങ് കെട്ടും, നുള്ളു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട്. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ച് ചുട്ട് കഴിക്കാറുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്. അപ്പോൾ എപ്പോഴും കൂണൊക്കെ കറി വയ്ക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ കൊച്ചുള്ളി ഇടുന്നതായിരിക്കുമേ. പിന്നെ ഒത്തിരി തേങ്ങ ഇങ്ങനെ ചതഞ്ഞ് പോകാതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് നമ്മുടെ കൂണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് നാളായി മഴയൊക്കെ പെയ്യുമ്പോൾ അങ്ങനെ കൂടൊന്നും കിട്ടാറേ ഇല്ല. ഇത് നമ്മളല്ലാതെ കടയിൽ നിന്ന് മേടിച്ച കൂടാണ്. ഈ കൂടിന് ഇച്ചിരി വേവ് കൂടുതലാണ്. ഇനി നമുക്കിതിലേക്കൊരു ഇത്തിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കാവേ. ഇളക്കി കൊടുക്കാം. അപ്പടി മഴയും കാറ്റും ഇവിടെ കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന് നോക്കിയാൽ നമ്മളത് വൃത്തിയാക്കിയ സമയത്ത് ഒരു കൂണിൻ്റെ ഇത് ഞാൻ കളഞ്ഞില്ല. അരിഞ്ഞതിൽ വന്നതൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലായിരുന്നു, അതാ നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കാം. നമുക്കിതൊരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് കൂണായതുകൊണ്ട് കുറച്ച് വേവുണ്ട്. അപ്പം ശകലം നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാതെ ഒന്ന് വേകാൻ വേണ്ടി മാത്രമായിട്ടേ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ച വെള്ളം ചേർക്കാതെ ഇച്ചിരി തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. വേകട്ടെ, മൂടി വെക്കാം. അപ്പോൾ നോക്കി നമ്മുടെ രുചിയേറുന്ന കൂണ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരിത്തിരി മാങ്ങാക്കറിയും കൂടെ വെക്കണം. അതിനെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. മാങ്ങ അച്ചാർ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. 2 മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അത് പഴുത്തുപോയി മാങ്ങ നമുക്ക് കറി വെക്കാൻ തോന്നിയില്ല. ഞാൻ കുറച്ച് ചെത്തി തിന്നുകൊണ്ടിരുന്നു. ലാസ്റ്റ് തിന്ന് വന്നപ്പോഴത്തേനും ഒരു മാങ്ങ മാത്രമേ മിച്ചം വന്നുള്ളൂ. ആ മാങ്ങ അതും ചെറുതായിട്ട് ചെനച്ചതാണ്. അതിപ്പം പെട്ടെന്നൊരു മാങ്ങാക്കറി
മാങ്ങ അച്ചാർ കറി എന്നൊക്കെ പറയുന്ന പോലെ ഇത്തിരി എരിവോടുകൂടി വെക്കാമെന്ന് കരുതി വെച്ചിരിക്കും. അപ്പം കൂണ് തോരനും മാങ്ങാക്കറിയും ആകട്ടെ ഇന്ന് ഉച്ചയ്ക്ക്. അപ്പം നമ്മുടെ ഇതേ കൂണ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മഴ അടിപൊളി മഴ ചൂട് ചോറ് കൂണ് കറി മാങ്ങാക്കറി, അതാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. നമ്മളിപ്പോൾ വെക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ നല്ലെണ്ണയൊക്കെ എടുക്കുക. ഒത്തിരി ദിവസം വെക്കാനുള്ളതല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ മതി. ഇതിലേക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഈ കടുകിൻ്റെ സൈഡിൽ ഇത് കായക്കട്ടയാണ്, ഇതൊന്ന് ചൂടാകാനിട്ട് കൊടുക്കുക. പൊടിക്കേണ്ടത് കൊണ്ട് ചൂടാകാനിട്ട് കൊടുക്കാം. ഒന്നിങ്ങ് അടുത്തേക്കാം. അപ്പം ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇടാം. ഇതായിട്ടുണ്ട്, അതും കൂടെ അങ്ങിട്ട് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ, ഒരു ശകലം മതി, ഇത്ര ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത്രയും കൂടി ഇടാം. ഇതിന് കുറവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി, അതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുത്ത്. എരിവ് കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇച്ചിരി എരിവുള്ളതാണ് ഈ മാങ്ങാക്കറിക്ക് എപ്പോഴും നല്ലത്. മാങ്ങയ്ക്ക് ഇത്തിരി മധുരവും കൂടെ ഉള്ളത് കൊണ്ട് ഇതായിരിക്കും നല്ലത്. ഇനി അതിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇത്തിരി കറിവേപ്പില ഇട്ടില്ലായിരുന്നു, ഇത്തിരി കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയിട്ട് ഇത്തിരി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കും. ഈ പാകത്തിന് ഇത്തിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കും. ഉപ്പ് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഉപ്പല്ലേ ഇതിലൊന്ന് മാങ്ങാ കഷ്ണത്തിൽ ഉപ്പും കായവും എരിവൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇത്തിരിയും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് ഇച്ചിരി തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ചാറ് കൂടുതൽ വേണ്ടവർക്ക് വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിക്കാതെ ഇപ്പം നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാക്കറി.
ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയാണ്. ചൂട് ചോറും മാങ്ങാക്കറിയും പപ്പടവും ഇച്ചിരി കൂണുകറി, ചൂട് ചോറും മാങ്ങാക്കറിയും മാത്രം മതി. അത്ര ടേസ്റ്റാണ്.